ഉസ്ബെക്കിസ്ഥാനിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ എൻ്റെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം ഇന്ന് വേൾഡ് വിമൻസ് ഡേ ആഘോഷിച്ചു. നാളെയാണ് വിമൻസ് ഡേ എങ്കിൽ കൂടി ഇന്ന് ആഘോഷിച്ചു. അപ്പോൾ എന്നെ ഒരു വിശിഷ്ടാതിഥിയായിട്ട് തന്നെ ക്ഷണിച്ചു. അതുപോലെ തന്നെ അവരെന്നോടൊരു പാട്ട് പാടാനും ആവശ്യപ്പെട്ടു. ഞാനൊരു ബോളിവുഡ് സോങ്സ് പാടി. എല്ലാവർക്കും ഇവിടെ ബോളിവുഡ് സോങ്സ് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അറിയുന്നൊരു പാട്ട് ഞാനും പാടി. പിന്നീട് വന്നിട്ടുള്ളത് നമ്മുടെ സോൾജിയേഴ്സിൻ്റെ ഇവിടുത്തെ പട്ടാളക്കാരുടെ ആർമിയുടെ ഷോ, അതായത് അവരുടെ ലൈക്ക് യു ക്യാൻ സീ ഹിയർ ഇൻ ദ വീഡിയോയിൽ കാണുന്നത് പോലെ അവരുടെ എക്സിബിഷൻസ് ഉണ്ടായിരുന്നു. വളരെ എന്താ പറയുക, യൂണിഫോമിറ്റിയുടെ ഈ ഒരു വീഡിയോയുടെ ഫുൾ റീല് ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ഇത് ചെറിയ ഷോർട്ട് മാത്രം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിമൻസ് ഡേക്ക് ഇത്രയും ഇമ്പോർട്ടൻസ്. മറ്റൊരു കാര്യം ഞാനതിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഉസ്ബെക്കിസ്ഥാനിൽ വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുകയും അതുപോലെ തന്നെ ടീച്ചേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ ഷെയർ ചെയ്യുകയും അവരുടെ ആ ഒരു റെസ്പെക്റ്റ് വലിയ ഒരു ഇതായിട്ടാണ് കാണുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഈവനിങ്ങിൽ ഒരു സ്പെഷ്യൽ ഇഫ്താർ മീറ്റും ഇവരെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് വിമൻസ് ഡേക്ക് എത്രത്തോളമാണ് പ്രാധാന്യം ഇവർ കൽപ്പിക്കുന്നത് എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണിത്. എനിക്ക് തോന്നുന്നു ഇവർ നമ്മുടെ സ്കൂളിൽ വന്നിട്ട് എല്ലാ കുട്ടികളെയും പുറത്ത് നിന്ന് ക്ലാസ്സുകളെല്ലാം നിർത്തിവെച്ച് എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് സ്പെഷ്യൽ എക്സിബിഷനാണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ആർമി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നല്ലൊരു ബാൻഡ് മേളവും ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് ഇവിടെ സംഗീതത്തെയും അതുപോലെ തന്നെ മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഈവൻ ഇതൊരു ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് പല ഡേയ്സും അവർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി